ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങൾ മുഴുവനായിട്ടില്ല കേട്ടോ. മുഴുവനായിട്ട് എടുക്കുമ്പോഴത്തേന് എനിക്ക് മടുത്തു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് മാത്രം എടുത്ത് നിർത്തിയ ഒരു വീഡിയോ ആണിത്. ഞാൻ സ്കൂളിൽ വന്നപ്പോൾ തന്നെ ഇഷ്ടമുള്ള അടുക്കളയിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അവൾ ഐസ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മുമ്പ് വെച്ചിട്ടുള്ളൂ ഇത്രേ. അപ്പോൾ നൈഷു അത് അയച്ചിട്ടുണ്ടാവും എടുക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അത് എടുത്ത് നോക്കുമ്പോൾ അത് ഐസ് ആയിട്ടില്ല. അപ്പോൾ അത് വീണ്ടും അങ്ങോട്ട് തിരിച്ച് വെച്ച് രണ്ടാളും പോവുക കേട്ടോ. അപ്പോൾ നൈഷുവിന് ആകെ വഷളായിക്കാണ്. ഞാൻ 2-3 ദിവസമായി ഫ്രിഡ്ജ് വൃത്തിയാക്കണം എന്ന് വിചാരിക്കണം, നോമ്പായിട്ട്. നമ്മളിടയ്ക്ക് വൃത്തിയാക്കണതാണല്ലോ, പക്ഷേ നനച്ചുകളുടെ ഭാഗമായിട്ട് ഫ്രിഡ്ജ് ബാക്കിയുണ്ട്. അപ്പോൾ 2-3 ദിവസമായി അങ്ങനെ വിചാരിച്ചിട്ട് മാറ്റി വെച്ച കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കൈയോടെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം. ഇത് വൃത്തിയാക്കണം. നല്ല പണിയുണ്ട് കേട്ടോ. എനിക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കൽ ഇഷ്ടമല്ല, കാരണം ഇടുക്കും മുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വരുമ്പോൾ ഒരു ദേഷ്യം വരലാണ്. പക്ഷേ വൃത്തിയാക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഞാനിത് എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ച് സോപ്പിട്ട് എല്ലാ ഭാഗവും കഴുകി നനഞ്ഞ തുണി കൊണ്ട് 2-3 തവണ തുടച്ചെടുത്ത് വേണ്ടതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ അത് സെറ്റാക്കും കേട്ടോ. ചില സമയത്തില്ലേ എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്ന് ചിലപ്പോൾ അത് ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ തോന്നും. അത് 2 കാരണം കൊണ്ട് തോന്നാം. ഒന്ന് മടി, 2 നമ്മുടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്, അവിടെ റെസ്റ്റ് വേണം. ആ 2 മൊമെൻറ്റിലും നമുക്ക് തോന്നാം അത് ചെയ്യണ്ട എന്നുള്ളത്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ തോന്നുമ്പോൾ ഞാൻ അപ്പം ആലോചിക്കും, ഇതിൻ്റെ മടിയാണോ അതോ എനിക്ക് ബോഡിക്ക് റെസ്റ്റ് വേണം എന്നുള്ളതാണോ എന്ന്. മിക്കപ്പോഴും അത് ബോഡിക്ക് റെസ്റ്റ് വേണം എന്നുള്ള തരത്തിലാവും കേട്ടോ. കാരണം ഞാൻ അങ്ങനെ എൻ്റെ വർക്കുകൾ പെൻഡിങ്ങിൽ വെക്കുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടായത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞൊരു സമാധാനമാണ് അങ്ങനെ. പക്ഷേ എൻ്റെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാനതിന് വേണ്ട പോലെ റെസ്റ്റ് കൊടുക്കും കേട്ടോ. കാരണം റെസ്റ്റ് കൊടുക്കാണ്ട് ഓടിയ സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് നിന്ന് പോയിട്ടുണ്ട്. ആ നിന്ന് പോയ സമയത്തൊക്കെ വളരെയധികം മാനസിക വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഹെൽത്ത് കൊണ്ട്, നമ്മളെ തടി കൊണ്ട് പറ്റുന്ന കാലത്ത് മാത്രമേ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായി വന്നാൽ, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് തരേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട് വന്നാലൊക്കെ ആളുകളുടെ സ്വഭാവം മാറും. നമ്മളിപ്പോൾ അത്ര പ്രിയപ്പെട്ടവരായി കാണുന്ന ആരായിക്കോട്ടെ, അത്ര പ്രിയപ്പെട്ടവരായി കാണുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതിനൊരു കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടെ ലൈഫൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. നമ്മളൊരു തടസ്സം ആവുമെന്ന് തോന്നിയാൽ എല്ലാവരും നമ്മളത് മാറ്റി നിർത്തും, അവോയ്ഡ് ചെയ്യും, മിണ്ടാണ്ടാവും, ചോദിക്കാണ്ടാവും, പറയാണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ലൈഫിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എൻ്റെ ഹെൽത്തിനാണ് കേട്ടോ. ഞാൻ എൻ്റെ മക്കളോട് ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കും, തടി നോക്കിക്കോ, എന്നിട്ട് ബാക്കി എന്താ ചെയ്താൽ മതി. തടി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ കൊളീഗ്സിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ മക്കളോടും ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഞാൻ പറയും, നമ്മളെ ഹെൽത്താണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത്. അപ്പോൾ ഏകദേശം എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഡോറും കൂടി ഉണ്ട്. എല്ലാം ഇന്ന് ഞാൻ തീർക്കും, കാരണം ഇനി മാറ്റി വെക്കാൻ സമയമില്ല, നോമ്പ് തുടങ്ങാനായല്ലോ. നോമ്പിനാണെങ്കിലോ ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കൽ അധികം ആവുമല്ലോ. പ്രിപ്പറേഷൻ്റെത് അങ്ങനെ, കുട്ടികൾക്ക് പിറ്റേന്നൊക്കെയുള്ള കറി, മാവ്, അതൊക്കെ അങ്ങനെ. പിന്നെ എൻ്റെ ബോഡി വേഗം ഡീഹൈഡ്രേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ യൂറിൻ ഇൻഫെക്ഷൻ കിടക്കിടക്ക് വരും. എനിക്കൊരു കണക്കുണ്ട്, അതെൻ്റെ ഈ ബോട്ടിലിൽ 2.5 കുപ്പി മിനിമം ഞാൻ ഒരു ദിവസം കുടിക്കണം. അതൊന്നൊരു തുള്ളി കുറഞ്ഞാൽ പറ്റുമെന്ന് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉറപ്പാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കണക്കാക്കി കുടിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി അതുകൂടി അരിയാണ് കേട്ടോ. ഇത് അരിഞ്ഞപ്പോഴത്തേനും വിഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി അരിയല്ല ബാക്കി കുക്ക് ചെയ്യുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നൈഷു ഞാൻ ഇത്താൻ്റെപ്പം നിസ്കരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഏതോ ഒരു ചെറിയ ചെറുപ്പത്തിലുള്ളതോ എന്നുള്ള ചെറിയ നിസ്കാരക്കുപ്പായുണ്ട്, അതൊക്കെ ഇട്ട് അവളിങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവളും ഇഷയും കൂടി ഒരുമിച്ച് നിസ്കരിച്ചു എന്നൊക്കെ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് അവളുടെ പഠനം നല്ല കുറവാട്ടോ. പഠിക്കാൻ അവൾക്ക് ഇരിക്കാൻ ക്ഷമയില്ല. ആ നേരം അവൾക്ക് എന്തെങ്കിലും കളിക്കുക. ഇഷമോളുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലാണ്, ഫോണില്ല. അതിലിങ്ങനെ വല്ല യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇഷമോളുടെ നിലപ്പത്തെ കുട്ടികളുടെയൊക്കെ ട്രെൻഡ് അങ്ങനെയാണല്ലോ പഠിക്കണേൻ്റെ അത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ ക്ലാസ്സിലൂടെ പറയും. ഒരു നോട്ടും പെന്നും കൂടി ഇല്ലാണ്ടോ അല്ല, സിനിമ കാണാൻ ലാഘവത്തോടെയാണ് അവരതിരുന്ന് പഠിക്കുക. അപ്പം ഞാൻ ചീര എങ്ങനെയാണ് കേട്ടോ വെക്കുക, ജസ്റ്റ് അതൊന്ന് മൺചട്ടിയിൽ ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ട്, എന്നിട്ട് അത് ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ട് നേരെ തേങ്ങ, അതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, അത്രയേ ഉള്ളൂ, അതിനൊന്ന് ചതച്ച് അതും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. വേഗം വേവും കേട്ടോ, ചീരയാണല്ലോ. പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചീര ആണെങ്കിൽ എനിക്കിഷ്ടമാണ്, അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതാണ്.
ഞാൻ ചീരൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ മണ്ണാർക്കാട് പോയതാണ്. അന്നപ്പോൾ മീനും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അതും വേഗം മസാലയാക്കി പൊരിക്കുക വിചാരിച്ച് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പക്ഷേ അപ്പത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബോഡി മതി, റെസ്റ്റ് എടുത്തോ, ഒന്ന് ഇരുന്നോ, ഇരിക്കാനായിട്ടുണ്ട് എന്നുള്ള സിഗ്നൽ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി, ഒക്കെ നിർത്തി. പാത്രം കഴുകാനുള്ളത് അവിടെ ഇട്ടു. എന്തായാലും ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി.